നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 11 തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെയൊക്കെ തന്നെ വില വർദ്ധിപ്പിക്കാനായിട്ട് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഒരുങ്ങുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വരുന്ന മെയ് 15 ഇന്ധനവിലയിൽ 4 മുതൽ 5 രൂപ വരെയും ഗാർഹിക സിലിണ്ടറുകൾക്ക് 40 മുതൽ 50 രൂപ വരെയും വർധനയുണ്ടായേക്കുമെന്നാണ് സൂചന. വിലക്കയറ്റത്തിന് പുറമെ സിലിണ്ടർ വിതരണം പകുതിയായിട്ട് വെട്ടിക്കുറച്ചത് വിപണിയിൽ കടുത്ത ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. എണ്ണ കമ്പനികൾ ലോഡ് കുറച്ചതോടെ ആവശ്യക്കാർക്ക് കൃത്യസമയത്ത് സിലിണ്ടർ എത്തിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഏജൻസി ഉടമകളും പറയുന്നു. മുൻപ് ലഭിച്ചിരുന്ന 2 ലോഡ് സിലിണ്ടറുകൾ ഇപ്പോൾ 1 ചുരുങ്ങിയതോടെ പ്രതിദിന വിതരണം അത് 40 എണ്ണത്തിൽ പരിമിതപ്പെട്ടു. എന്നാൽ 100-ലധികം ബുക്കിങ്ങുകൾ ദിവസേന നടക്കുന്നുണ്ടെന്നും സിലിണ്ടറിനായിട്ട് 3 ആഴ്ച വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇന്ധന പ്രതിസന്ധി മൂലം നേരത്തെ തന്നെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെ സാധാരണക്കാരുടെ അടുക്കളയും ഇപ്പോൾ പട്ടിണിയിലാകുമോ എന്ന വലിയ ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കോർപ്പറേറ്റ് മേഖലയിലും മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഇന്ന് അതിപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം രാജ്യമൊട്ടാകെ 4 പുതിയ ലേബർ കോഡുകൾ ഇന്നലെ മുതൽ തന്നെ പൂർണ്ണമായും നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചട്ടങ്ങളുടെയൊക്കെ തന്നെ ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയതോടെ 29 വ്യത്യസ്ത തൊഴിൽ നിയമങ്ങൾ പിന്തുടരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു രീതി അവസാനിച്ചിരിക്കുകയാണ്. അവയ്ക്ക് പകരമായിട്ട് ഏകീകൃതമായിട്ടുള്ള 4 പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന് ജോലി സമയം ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. വിവിധ മേഖലകളിൽ ജോലി സമയത്തിലുള്ള അനിശ്ചിതത്വം ഇതോടെ ഇല്ലാതാകും. കൂടാതെ കമ്പനികൾ ആഴ്ചയിൽ 1 ദിവസം നിർബന്ധമായിട്ടും അവധി നൽകണമെന്നും നിശ്ചിത സമയപരിധിക്ക് ശേഷം ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഓവർ ടൈം വേതനം നൽകണമെന്നും നിയമം നിഷ്കർഷിക്കുന്നു. ഷിഫ്റ്റ് അവസാനിച്ച ശേഷവും സാമ്പത്തിക ആനുകൂല്യമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്ന രീതിക്ക് ഇതോടെ മാറ്റം വരും. അതുപോലെ തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അപ്പോയിൻമെന്റ് ലെറ്റർ നൽകുന്നത് ഇനി മുതൽ നിർബന്ധമാണ്. ചെറുകിട അസംഘടിത തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് തടയാനായിട്ട് ഈ ഒരു തീരുമാനം സഹായിക്കും. ഇത് തൊഴിലുടമയും അതോടൊപ്പം തന്നെ തൊഴിലാളിയും തമ്മിലുള്ള സുതാര്യത വർദ്ധിപ്പിക്കുകയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ജീവനക്കാർക്ക് മാത്രമല്ല കമ്പനികൾക്കും ഈ ഒരു നിയമം വലിയ ആശ്വാസമാണ് നൽകുന്നത്. മുൻപുണ്ടായിരുന്ന 21 വ്യത്യസ്ത നിയമങ്ങൾ പ്രകാരമുള്ള പേപ്പർ ജോലികൾ 4 കോഡുകളായിട്ട് ചുരുങ്ങിയതോടുകൂടി നിയമപരമായിട്ടുള്ള സങ്കീർണതകൾ കുറഞ്ഞിരിക്കുകയാണ്. ഇത് രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് വലിയ കരുത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബാങ്കുകൾക്ക് പുറമെ പോസ്റ്റ് ഓഫീസ് പണമിടപാടുകൾക്കും ആദായനികുതി വകുപ്പ് പാൻ കാർഡ് നിർബന്ധമാക്കുന്നു. വർഷങ്ങളായിട്ട് പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ നിക്ഷേപിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ നിയമമാണിത്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തുകയുടെ ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കിയത്. പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ പണം പിൻവലിക്കുന്നതിനുമൊക്കെ തന്നെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ പുതിയ നിയമം ബാധകമാകും. ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. കൂടാതെ ഒരു സാമ്പത്തിക വർഷം നടത്തുന്ന ആകെ പണമിടപാടുകൾ 10 ലക്ഷം രൂപ കടന്നാലും പാൻ കാർഡ് നിർബന്ധമാണ്. PPF അതുപോലെ തന്നെ NSC, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ പദ്ധതികളിലൊക്കെ തന്നെ നിക്ഷേപമുള്ളവർ പാൻ കാർഡ് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. വലിയ തോതിലുള്ള പണമിടപാടുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിനായിട്ടാണ് സർക്കാർ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീകൾക്കായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള വിവിധ വായ്പാ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി പ്രകാരം വ്യക്തിഗത വായ്പകൾക്ക് പുറമെയായിട്ട് ഗ്രൂപ്പ് വായ്പകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പകളും ലഭ്യമാണ്. പദ്ധതിയുടെ സ്വഭാവം അനുസരിച്ച് വെറും 3 മുതൽ 8% വരെയുള്ള കുറഞ്ഞ പലിശ നിരക്കിലാണ് ഈ ഒരു തുക വായ്പയായിട്ട് അനുവദിക്കുന്നത്. കുടുംബശ്രീ പോലെയുള്ള അയൽക്കൂട്ടങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പ് വായ്പ സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വനിതാ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അപേക്ഷാ ഫോമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ കോർപ്പറേഷൻ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചോ ആവശ്യമായ രേഖകളെക്കുറിച്ച് നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മാസമാണിത്. പ്രത്യേകിച്ചും ഇലക്ഷൻ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തിലെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുൻകൂറായിട്ട് വിതരണം ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ആദ്യഘട്ട വിതരണങ്ങൾക്കാണ് ഈ മെയ് മാസത്തിൽ തുടക്കം കുറിക്കുന്നത്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ, വീട്ടമ്മ പെൻഷൻ,
ക്ഷേമ പെൻഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഈ ആഴ്ച മുതൽ വിതരണം ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഏപ്രിൽ മാസത്തിലെ ധനസഹായം കുടിശ്ശികയായിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള തുക ഈ ആഴ്ചയോടെ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തെ കുടിശ്ശിക തീർത്ത ശേഷമായിരിക്കും മെയ് മാസത്തിലെ തുക വിതരണം ഉണ്ടാവുക. കൂടാതെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2000 രൂപയുടെ ധനസഹായം അത് ഈ ആഴ്ച ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപ വീതമാണ് ലഭിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റുന്നവരുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി സഹിതം പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉടൻ തന്നെ നിങ്ങൾ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം പേർ ഇനിയും ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജൂൺ മാസം 30 വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. നിശ്ചിത സമയത്തിനകം സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടയുന്നതോ അല്ലെങ്കിൽ സസ്പെൻഡ് ആകുന്നതോ അവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതൊക്കെ ആയിരിക്കും. ഇനി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലായാൽ നിങ്ങൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്നതാണ്. പെൻഷൻ വാങ്ങാൻ അർഹതയുണ്ടായിരിക്കില്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സപ്ലൈകോയിൽ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഓഫറുകൾ മെയ് 11 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ശബരി ഉൽപ്പന്നങ്ങൾക്കാണ് 11% സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതും സ്ത്രീകൾക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11ഓളം വനിതാ MLA-മാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയതിനോടുള്ള ആദരസൂചകമായിട്ടാണ് സപ്ലൈകോ ഇപ്പോൾ ഈ ഒരു പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളും വാങ്ങാൻ സാധിക്കും. ഉഴുന്ന്, മറ്റു ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, വെളിച്ചെണ്ണ, പഞ്ചസാര, മുളക്, മല്ലി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡുമായിട്ട് എത്തി ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് സാധിക്കും. നിലവിൽ 2 മാസത്തെ റേഷൻ വിതരണവും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 15 വരെയാണ് നിങ്ങൾക്ക് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ ദിവസത്തെ കുറവിന് പിന്നാലെ ശനിയാഴ്ച സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരുന്നു. ഞായറാഴ്ച മെയ് 10 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,965 രൂപയും പവന് 1,11,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.